ഗൈസ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്ത്യൻ ബൈക്ക് റേസിങ്ങിലെ കുറച്ച് ചീറ്റ് കോഡ്സുമായി വന്നതാണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചീറ്റ് കോഡ്സ് പരിചയപ്പെടുത്തി തരുന്നതാണ്. ഞാൻ 2-3 ദിവസങ്ങളെ ആയുള്ളൂ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഇനിയും കുറേ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ പരമാവധി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ പുതിയ കുറേ അപ്ഡേഷനുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗേളെല്ലാം വന്നിട്ടുണ്ട്. പ്ലെയറിനെ ഞാൻ ആയിത്തരാം. ഞാൻ കുറച്ച് ഇപ്പോൾ ഇറങ്ങിയ അപ്ഡേഷനുകൾ പരിചയപ്പെടുത്തി തരാം. കാറും ബൈക്കൊന്നും അത്ര അപ്ഡേഷൻ ആയിട്ടില്ല. ജി വാഗൺ മാറിയിട്ടുണ്ട്. ജി വാഗൺ ഇതായിട്ടുണ്ട്. പണ്ട് റേഞ്ച് റോവർ പണ്ട് റേഞ്ച് റോവർ തന്നെ ആയിരുന്നു. ഇപ്പോൾ ജി വാഗൺ. താർ റോക്സ് വന്നിട്ടുണ്ട് ഗൈസ്. താർ റോക്സ് അടിപൊളി ജീപ്പായി വന്നിട്ടുണ്ട്. ഇതാണ് താർ റോക്സ്. 3 കാറാണ് ഉള്ളത്. മറ്റേത് മോൺസ്റ്റർ ട്രക്കാണ്. 3 കാറാണ് ഓൾറെഡി ഉള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഈ മോഡിഫൈഡ് കാറാണ്. മറ്റേത് റോക്സ്. പിന്നെ സാധാ താറ് നമ്മുടെ നാട്ടിലെല്ലാം ഓടുന്ന സാധാ താറ്. നമ്മുടെ നാട്ടിൽ അധികം വൈറ്റ് കളറിലാണ് ഓടുന്നത്. വൈറ്റും ബ്ലാക്കും മോഡലുണ്ട്. പിന്നെ അധിക അപ്ഡേഷനുകളൊന്നും നമ്മളെ ഈ വണ്ടികളിൽ വന്നിട്ടില്ല. പിന്നെ വന്നിട്ടുള്ളത് ഈ ഹൾക്കിൻ്റെ ചീറ്റ് കോഡാണ്. ഹൾക്ക് നമ്മൾക്ക് കിട്ടുമോ നോക്കാം. ഹൾക്കിൻ്റെ ചീറ്റ് കോഡ് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഹൾക്ക്, സൂപ്പർമാൻ, ഈ ഗേള്, അങ്ങനെ കുറേ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ റോട്ടുമിലോട്ട് ഓടുന്നത് ഇതേപോലത്തെ കാറുകളാണ്. ഫോർച്യൂണർ, ലെജൻഡർ, പിന്നെ പണ്ടത്തെ പോലെ ബുഗാട്ടി, ഫെറാറി, അതുമാത്രമൊന്നുമല്ല, ലംബോർഗിനി അങ്ങനത്തെ മാത്രമല്ല. ഇപ്പോൾ എല്ലാ അധിക കാറുകളും ഈ റോഡിലൂടെ ഓടുന്നതാണ്. പിന്നെ ബൈക്ക് ഓടും. പിന്നെയുള്ള അപ്ഡേഷൻ വന്നിട്ടുള്ളത് നമ്മുടെ ഈ നിഞ്ച ഇല്ലേ, നിഞ്ച വഴിക്ക് കവാസാക്കി അല്ലാണ്ട് XZ, ZX, 10R, അതിൽ ഏതാളെ വണ്ടിക്കോ നമ്മുടെ വണ്ടിക്കും കയറ്റാം. ഈ ബൈക്കിൽ കയറി നിങ്ങൾ കണ്ടോ, ആരായാലും കയറും. ഇപ്പം എണ്ണാനും ചെക്കനായാലും ട്രിപ്പിൾ എടുക്കാനാവില്ല, ഡബിൾ എടുക്കാനാവും. പിന്നെ വന്നിട്ടുള്ള അപ്ഡേഷൻ, നമ്മൾ എയർപോർട്ട് മൊത്തത്തിൽ മാറിയിന്. എയർപോർട്ടിൽ വലിയ വിമാനം ഓടിക്കാനാവും. പക്ഷേ ഈ പെണ്ണ് ആയിട്ടോടിക്കാം. ഇവിടെ നിന്ന് ഒരേ വീഴല്. ഇതാണ് ഇന്ത്യൻ ബൈക്ക് റേസിങ്ങിൽ കുഴപ്പം. GTA 5 ഇങ്ങനെ വീണ് കളിക്കില്ല. പിന്നെ നമുക്ക് സാധാ പ്ലെയറായി മാറാനാവുമെന്ന് നോക്കണം. ഈ ഫോണിന് എന്തോ കുഴപ്പമുണ്ട്. RGS ടൂൾ ഫോണിന്. അത് എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണെന്ന് നമുക്കറിയില്ല. ഇതാകുന്നില്ല ഇപ്പോൾ, അതെന്നാന്നൊക്കെ അറിയില്ല. പിന്നെ വന്നിട്ടുള്ള അപ്ഡേഷൻ ഗൈസ്, പിന്നെ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേഷൻ ഇതാണ്. ഏത് 0601 എയർ ബലൂൺ വന്നിട്ടുണ്ട്. എയർ ബലൂണാണ് വന്നിട്ടുള്ളത്. നിങ്ങളിപ്പം കണ്ടോളൂ. എയർ ബലൂണിൽ നമുക്ക് പിന്നെ സൂപ്പർ ജമ്പ് വന്നിട്ടുണ്ട്. സൂപ്പർ ജമ്പ് മീൻസ് പണ്ട് ജമ്പ് ഉണ്ടേനു, ഇപ്പോൾ അൾട്രാ സൂപ്പർ ജമ്പ് വന്നിട്ടുണ്ട്. അതാണ് ഗൈസ് പവർ. അൾട്രാ സൂപ്പർ ജമ്പിൽ മണ്ണിൽ നിന്ന് കുഴിഞ്ഞു പോകുന്നതാണ്. നമ്മളിപ്പോൾ എയർ ബലൂണിൽ കയറിയിട്ട് താഴെ വീണാൽ നമുക്ക് ഇൻഫിനിറ്റി ഹെൽത്ത് അടിച്ച പോലെ തന്നെയാണ്. ഒന്നും പറ്റൂല. കണ്ടോ നിങ്ങൾ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഹേക്കോദേരി എന്നാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. ഞാൻ എന്നും കുറേ തെയ്യങ്ങളുടെയും പ്രാങ്ക് വീഡിയോയും ചലഞ്ച് വീഡിയോയും എല്ലാം ഇടുന്നതാണ്. ഗെയിമിംഗ് വീഡിയോ മാത്രമല്ല. ഇപ്പോൾ ഇവിടുന്ന് തുള്ളിയാൽ അൾട്രാ സൂപ്പർ ജമ്പിൻ്റെ കാണാം നിങ്ങൾക്ക്. ഒന്നും പറ്റില്ല. നമുക്കൊന്ന് RGS ടൂളൊന്ന് വർക്കാവോ നോക്കാം.
കുറേ ദിവസങ്ങളായി വർക്കാകാതെ. അതൊന്നാണ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് തരണേ. നിങ്ങളുടെ എല്ലാം പേര് എനിക്ക് അറിയണേനു. നിങ്ങളുടെ പേര് ഒന്ന് കമൻറ്റ് ചെയ്യുക. എയർ ബലൂൺ താഴെ വന്നു. ഗൈസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു. ഗൈസ് കുറച്ച് സമയം കാത്തു നിൽക്കണം. കാത്തു നിൽക്കാനാവൂലേ? കാത്തു നിൽക്കണം. ഗൈസ് വിടുന്നില്ല ഗൈസ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് എയർപോർട്ടിൻ്റെ മാറ്റങ്ങൾ. പിന്നെ വേറെ സംഭവം കാണിക്കണം. ട്രെയിനിൻ്റെ സ്ഥലത്ത് പോവാം. നമുക്കൊരു നല്ല കാറ് ഒന്ന് എടുക്കാം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട കാറ് എന്ന് വെച്ചാൽ കാണാൻ ഭംഗിയുള്ള കാറ് ലെജൻഡറാണ്. ഇന്നോവ ലെജൻഡർ അല്ല, ഫോർച്യൂണർ ലെജൻഡർ. നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. ഇത് വേറെ അപ്ഡേഷൻ വന്നിട്ടുള്ളത് ഗണ്ണാണ്. അത് നിങ്ങൾക്ക് കുറച്ച് കൊണ്ട് കാണിച്ചു തരാം. ട്രെയിനിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ട്രെയിനിൻ്റെ അല്ല, ട്രെയിന് പോകുന്ന ഇടത്ത് കുറേ റൂട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഏത് റൂട്ടിൽ നിന്നിട്ട് നമുക്ക് പോകാം. നമുക്ക് ഈ റൂട്ടിൽ പോകാം. നമ്മളെ പോലത്തെ എല്ലാത്തിനും പോകുന്നു. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇപ്പോൾ ഓടുന്നു വിടുന്ന ലെജൻഡർ അങ്ങനത്തെ കാറുകളാണെന്ന്. നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോകാം. പെട്രോൾ പമ്പിലൊന്നും വേറെ അപ്ഡേഷൻ ഒന്നുമില്ല. ഇപ്പം ബൈക്കെല്ലാം ഓടില്ല. ഇപ്പോൾ പോയത് കേട്ടി വന്നേ. നിങ്ങളുടെ പണ്ടത്തെ അപ്ഡേഷൻ ഇതൊക്കെ ഇല്ലേനോ? ഉണ്ടായിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ അപ്ഡേഷൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ട്രെയിനിൽ തന്നെ അങ്ങോട്ട് പോകണോ വേണ്ടതെന്ന് സംശയമാണ്. നമുക്ക് ട്രെയിനിൽ എന്തെങ്കിലും അപ്ഡേഷൻ മാറിയെന്ന് നോക്കാം. ട്രെയിനിൽ 2 തരത്തിലുണ്ട്. അത് ഓരോരിക്കൽ മാറും. നമുക്കൊന്ന് നോക്കി വെക്കാം. ട്രെയിൻ അങ്ങനെ വരുന്നുണ്ട് ഗൈസ്. ഇപ്പോഴത്തെ അപ്ഡേഷൻ മറ്റേ വൈകി സ്ഥാനമാണ്. ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. ട്രെയിൻ നമുക്കിവിടെ നിർത്തിക്കണം. എഞ്ചിനൊക്കെ ബൈക്കൊക്കെ വേണിട്ട് എഞ്ചിനൊക്കെ വേണിട്ട് ട്രെയിൻ അവിടെ നിന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കറേ. കമൻ്റ് അടിക്കണേ. നിങ്ങളിപ്പോൾ നെയിമ് നിക് നെയിമും നോക്കിയിലേക്ക് ഏരിയാം. ട്രെയിന് സ്പീഡില്ല. നമുക്ക് കാണിച്ചു തരാം. വേഗം അങ്ങോട്ടേക്ക് പോകാം. നമുക്ക് നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? ഏകദേശം GTA 5 പോലത്തെ ഞാനല്ലേ ഇതിൻ്റെ ബൈക്ക് റേസിങ്. GTA 5 ഞാൻ കളിക്കലുണ്ട്. അതേ പൊമ്മ ഒരു രോഹിത് GS എല്ലാം കോപ്പി അടിക്കലാ തോന്നുന്നു. നല്ല ആളാണ് രോഹിത് GS. നല്ല അപ്ഡേഷൻ വന്നിട്ട് സെറ്റാക്കി. നമ്മളെപ്പോൾ എത്തുക? നമുക്ക് ട്രെയിനിലാണ് വണ്ടിയിൽ പോയാലും ലൈവ് ഇടണോ വേണ്ടയോ? നിങ്ങൾ കമൻറ്റ് ഇടണേ. എനിക്കൊരു സംശയം. ലൈവ് വേണോ വേണ്ടയോ എന്നൊരു സംശയം. നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എൻ്റെ കൂടെ കൂടിക്കേ. എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് വലിയ ആഗ്രഹമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഇതൊരു പുതിയ ബിൽഡിംഗ് എല്ലാം വന്നിട്ടുണ്ട്.
ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സാധനം. റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ അപ്ഡേഷനാണ്. അവിടെ നിന്നൊരു കാർ നിർത്തി വിട്ടിട്ട് ഇപ്പോൾ പൊട്ടു. പറ്റും ട്രെയിനിന്. ഇതാണ് ഞാൻ പറഞ്ഞ വേറെ മറ്റൊരു അപ്ഡേഷൻ. പിന്നെ അപ്ഡേഷൻ വന്നത് ഗണ്ണിലാണ്. പുതിയ ഗണ്ണ് ഇറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ കാണിച്ചു തരാം. പിന്നെ നമുക്ക് സ്പേസെല്ലാം വന്നിട്ടുണ്ട്. സ്പേസ് അതെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇത് കുറേ പോയാൽ അതിൻ്റെ പുറത്തെത്തും. അത് ചെയ്യാം. ഈ ഗണ്ണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് അതിന് വരുന്നത്. ഇതാണ് സാധനം. നമുക്കൊന്ന് സ്പേസിൽ പോയിട്ട് വരാം. ഇതാ മേജർ റാമ്പിള്. ഇത് ഏലിയൻ എന്നുവെച്ചാൽ സ്പേസിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഏലിയൻ വരൂ. ഏകദേശം ഒരു ഇന്ത്യൻ ബേക്കേഴ്സിനാണ്ട് ഇന്ത്യയുടെ പതാകൻ്റെ കളർ ഓറഞ്ച്, വെള്ള, പച്ച. നിങ്ങൾ കാണുന്നുണ്ടോ നോക്ക്. ഏലിയനോടത്ത് വരുന്നുണ്ട് ഗൈസ്. അതാണ് ഞാൻ പറഞ്ഞ ഏലിയൻ. ഞാൻ മോനെ നമുക്ക്